നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതാണ് ഉത്തരാഖണ്ഡിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അവിടെ തീ ഇട്ടേക്കണല്ലേ, ചിലപ്പോൾ കാട് കയറിയിട്ട് തീ ഇട്ടതാകും. ഇന്ന് രാത്രി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾ. വലിയ തണുപ്പില്ല, റൂമിൽ ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ തണുപ്പുണ്ടായിരുന്നില്ല. മഞ്ഞില്ലെങ്കിലും തണുപ്പുണ്ട് കേട്ടോ. അവിടെയൊക്കെ മഞ്ഞുണ്ടെങ്കിലും അധികം തണുപ്പില്ല. എന്തായാലും ഫുൾ പൈൻ ട്രീ അല്ലേ ഇത്, ആ സൈഡിലൊക്കെ നിറയെ ട്രീ. ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. രാവിലെ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ കാസാ ദേവി ടെമ്പിളിൽ പോയിട്ട് വേറെ എങ്ങും പോകുന്നില്ല കേട്ടോ. അവിടെ കാണാൻ കച്ചി ഡാം അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ടെമ്പിൾസും മന്ദിരവും ഒക്കെ നിറയെ ഉണ്ട്. ഒന്നും പോകുന്നില്ല, നമ്മൾ കാസാ ദേവി ടെമ്പിളിൽ മാത്രം പോകുന്നു, റൂമിൽ വരുന്നു, എൻജോയ് ചെയ്യുന്നു. അത് പംകിനാണ്. ഇത് നോക്ക്, കണ്ട മുകളിൽ ഇങ്ങനെ കാഴ്ച കിടക്കുന്നത്. എന്തോ ഓറഞ്ച് മരം എന്തോ ആയിരുന്നു കേട്ടോ, അതെല്ലാം പട്ട് നീന്ന്. അതല്ല, നല്ല ഭംഗിയുണ്ട്. സൂര്യൻ ഉദിക്കുന്ന ഒരു വ്യൂ കിട്ടാൻ വേണ്ടി നോക്കി നിന്നിട്ട് 7 മണിയായി, സൂര്യനെ കാണാനില്ല. പക്ഷെ മഞ്ഞിൽ ഗുഡ് മോർണിംഗ് ഇങ്ങനെ സൂര്യനൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും നല്ല കിടിലം വ്യൂ. ഇത് പൈൻ ട്രീ നിറയെ കിളികളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. വേദസുഖം ഉറക്കം. ആൾക്കും ഉറങ്ങണ ഇഷ്ടമല്ല രാത്രി. വണ്ടി കിടന്ന് കാറ് കിടന്ന് ഉറങ്ങും കേട്ടോ. രാത്രി കിടന്ന് ഉറങ്ങാൻ വലിയ പാടാണ് ആൾക്ക്. ഉറങ്ങിയ പിന്നെ ഭൂമി കുലുങ്ങിയ പോലെ അവൾ എഴുന്നേക്കില്ല. അവൾ അങ്ങനെയാണ്. എണീക്കാൻ പാടാണ്. പക്ഷെ കളിച്ച് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉറങ്ങിയ പിന്നെ ഒരു പരിപാടിയും നടക്കില്ല. പട്ടി, ജർമ്മൻ ഷെപ്പേർഡ്, കണ്ടൂടാ അങ്ങ് മുകളിൽ. ഇവരുടെ വീടാണെന്ന് തോന്നുന്നു, ഇതിൻ്റെ ഓണറുടെ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് നമുക്കിവിടെയൊക്കെ ഒന്ന് ഇറങ്ങി വിശാലമായിട്ട് കാണാം. ഇത് നമ്മൾ അൽമോറിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി കേട്ടോ റൂം എടുത്തത്. അതുകൊണ്ട് കുറച്ച് ആളും ബഹളം ഒന്നുമില്ല. നമ്മൾ വരുന്ന വഴിക്കൊക്കെ നിറയെ റിസോർട്ടുള്ള റോഡ് സൈഡിൽ വണ്ടിയും ബഹളവും ബ്ലോക്കും. അപ്പോൾ ഞങ്ങൾ കരുതിയോ എന്നത്. പക്ഷേ ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ബഹളം ഒന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. നല്ല രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാട്ടോ ഈ ഒരു ഇതുള്ളത്. ഇവിടെ നിന്ന് അൽമോറയ്ക്ക് ഒരു 20 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമുള്ളൊരു റിസോർട്ടാണിത്. തൃശ്ശൂർ വിസ്ത എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് അഗോഡയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. എന്നിട്ട് ഞാൻ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഫോട്ടോസൊക്കെ അയച്ചു തന്നു. അഗോഡയിലുള്ള ഫോട്ടോസ് പലതും ഫേക്ക് ആയിരിക്കും കേട്ടോ. നമ്മൾ കാണുന്ന ഭംഗിയായിരിക്കില്ല റൂം എടുക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്തു. വിശ്വാസം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വിളിച്ചു. അവർ ഫോട്ടോസൊക്കെ അയച്ചു തന്നപ്പോൾ എനിക്കിഷ്ടമായി. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, മെയിൻ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഉള്ളിലോട്ടാണിത്. ആ 1 കിലോമീറ്റർ റോഡ് വളരെ മോശമാണ് കേട്ടോ. അവിടെ എന്തോ റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് 2 മന്ത്സ് ആയിട്ടേ ഉള്ളൂ. 6 മന്ത്സ് ഒക്കെ ആകുമ്പോഴേക്കും റോഡ് നല്ല രീതിയിൽ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ കാർ എന്തായാലും വരും. പക്ഷെ അത്രയും അവർക്ക് നല്ല പരിചയമുള്ള റോഡായതുകൊണ്ട് അവർ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. നമ്മളാണ് ഓടിക്കുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും കേട്ടോ. കാരണം പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡാണ്, അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊഴികെ ഇവിടെ ബാക്കി എല്ലാം സൂപ്പറാണ് കേട്ടോ. ഇവിടെ ആകെ ഒരു 4-5 റൂംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഉള്ള റൂംസ് കിടിലമാണ്. നല്ല ക്ലീനാണ്, നീറ്റാണ്. അവരുടെ സർവീസും നല്ലതാണ്. വ്യൂ അതിലേറെ ഭംഗിയുണ്ട് കേട്ടോ. ഈ മെയിൻ റോഡിലൊക്കെ നിറയെ റിസോർട്ടുകളുണ്ട്. പക്ഷേ എല്ലാം തിരക്കും ആളും ബഹളമൊക്കെ ആയിട്ട് ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് തലഭ്രാന്ത് എടുക്കും. ഇവിടെ ആണെങ്കിൽ ആരുമില്ല, കാം ആൻഡ് ക്വയറ്റാണ്. നമ്മളോടൊപ്പമുള്ള മറ്റുള്ള ഗസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതൊന്നും അത്ര ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. രാത്രിയൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഏത് ഹോട്ടലിൽ റൂം എടുത്താലും അപ്പുറത്തെ തട്ട് ഇപ്പുറത്തെ മൂട്ട്, അവിടുത്തെ ബഹളം ഇവിടുത്തെ ബഹളം, കാറിൻ്റെ ശബ്ദം, എന്ത് ബഹളമാണെന്നറിയോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ റൂം എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ഈ അൽമോറ, കാച്ചി ഡാം അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ റൂം എടുക്കുക. മറ്റുള്ള റിസോർട്ടുകളിലെല്ലാം കാർ പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാട്ടോ. ഇത് റോഡ് കുറച്ച് മോശമാണെങ്കിലും കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോൾ റോഡൊക്കെ സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. എമൗണ്ടും ഒക്കെ അത്യാവശ്യം അഫോർഡബിൾ ആണ്. നല്ല റൂമിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് അവരെ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇങ്ങോട്ടേക്കൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഹോട്ടലിൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്.
5/5 ഈ ഒരു റിസോർട്ടിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലതാണ്. ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, കാം ആൻഡ് ക്വയറ്റാണ്. എനിക്കത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതേ കണ്ടോ, കാറൊക്കെ നന്നായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇന്നോവയിലാണ് വരുന്നതെങ്കിൽ പോലും എത്ര വലിയ കാറിലാണെങ്കിലും നമുക്ക് കുറച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ ആ ജംഗ്ഷനിൽ വന്ന് നമ്മുടെ കാറ് പിക്ക് ചെയ്ത് ഇവിടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇട്ട് തരും കേട്ടോ. നമുക്ക് എല്ലാ സർവീസും അവർ നല്ല രീതിയിൽ ചെയ്തു തരും. കുറച്ച് സമയമായിട്ട് ഞാൻ സൂര്യനെ നോക്കി നിൽക്കുകയാണ്, ഇങ്ങനെ ഉദിച്ച് വരുന്നത് കാണാനായിട്ട്. അപ്പോൾ അതേ സൂര്യൻ ഉദിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങൾ മഴ സമയത്ത് മാത്രമേ ഫോഗോട് കൂടി മഞ്ഞ് വരത്തുള്ളൂ, മൂടിയുള്ള മഞ്ഞ് വരത്തുള്ളൂ കേട്ടോ. അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും സൂര്യൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷേ തണുപ്പും ഉണ്ട് കേട്ടോ. സൂര്യൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തണുപ്പിന് കുറവൊന്നുമില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ഞ് മൂടിക്കെട്ടിയ മഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഹോട്ടൽ റൂമിൽ നിന്നുള്ള എല്ലാ റൂമുകളിൽ നിന്നുള്ള കാഴ്ചയും ഇത്രയും മനോഹരം കേട്ടോ. നോക്കൂ സുഹൃത്തുക്കളെ, വെയിൽ, നോർത്ത് ഇന്ത്യയിൽ വെയിൽ, അടിപൊളി വെയിൽ നമ്മുടെ റൂമിൽ. ആഹാ, സൂപ്പർ സൂപ്പർ സൂപ്പർ. കാണിച്ചിട്ട് അടിപൊളി അടിപൊളി അടിപൊളി. സൂര്യൻ്റെ ഉദിച്ച് നിൽക്കുകയാണ് മലകൾക്ക് മുകളിൽ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പിനൊന്നും ഒരു കുറവുമില്ല. പക്ഷെ മഞ്ഞില്ല, മൂടിക്കെട്ടിയുള്ള മഞ്ഞില്ല. സൂര്യനെ കാണാൻ നല്ല വെതർ, നല്ല അടിപൊളി. ഞാൻ ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരാം. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല കേട്ടോ. 2-3 ദിവസം നമ്മളിവിടെ സ്റ്റേ എടുക്കേണ്ടതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കറിയില്ലായിരുന്നല്ലോ. ഞാൻ ഇത്രയും ഭംഗി സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. റൂം നോക്കിയപ്പോൾ എല്ലാം ഹിൽ സ്റ്റേഷനിലാണ് കണ്ടത്. അപ്പോഴാണ് ഞാൻ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്തേക്കാണോ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ റൂം എടുക്കുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറയാൻ പോകാൻ തോന്നുന്നില്ല. നമ്മൾ അമ്പലത്തിൽ പോവാൻ ഞാനും റെഡിയായി, വേദ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വെജ് ഗ്രിൽ സാൻഡ്വിച്ച്. മോയ്സ്ചറൈസറൊന്നും വേദ ഇടൂല കേട്ടോ, ഞാൻ ആട്ടിക്കൊടുത്താണ് ഇടണത്. ആ കയ്യിലിട്ടാ എന്ത് നമുക്ക് കയ്യിലാവുമ്പോൾ ഒരുമാതിരിയൊന്ന്. ഇവിടെ വെജ് ഗ്രിൽ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോവും. ഇപ്പോൾ സമയം 9 മണിക്ക് ഇറങ്ങണമെന്ന് എഴുതിയാണ്. മണി 10 കേട്ടോ. കളിച്ച് നിന്ന് മണി 10. പിന്നെ വേറെ അങ്ങ് പോകണ്ടാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കുറച്ച് നമുക്ക് വളവും തിരിവും കയറ്റമൊക്കെ ആയതുകൊണ്ട് അരമണിക്കൂർ എത്തേണ്ടത് 1.5 മണിക്കൂർ എടുക്കും. മൊത്തം ഇവിടെ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട്. അൽമോറയല്ല, കാസർദേവി ടെമ്പിൾ വരെ. അപ്പോൾ തിരിച്ചും 1.5 മണിക്കൂർ. അപ്പോൾ 3 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷെ റൂമിലെ വെയിലിൻ്റെ ചൂട് കൊണ്ട് നല്ലൊരു സുഖമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് ഇരുന്ന് കഴിക്കാം, ചെറിയ വെയിലും ഒക്കെ കണ്ട്. അവിടെ ഇരിക്കാം, അവിടെ ആകുമ്പോൾ വലിയ വെയിൽ മുഖത്തടിക്കും. അങ്ങോട്ടിരിക്കാതെ വേദന അങ്ങോട്ടിരിക്കും, അപ്പോൾ മുഖത്തടിക്കൂല, മുതുകത്തെ അടിക്കും. ഇങ്ങോട്ട് വേണം, നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന കാസർദേവി ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാസെ വരെ ഞെട്ടിച്ച ഒരു അമ്പലം എന്നാണ് പറയുന്നത്. അവിടെ ഭയങ്കര ഒരു മാഗ്നറ്റിക് പവർ കണക്കെന്തോ ഒരു പവർ, ഭയങ്കര ഒരു പോസിറ്റീവ് പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കവിടെ ചെല്ലുമ്പോൾ ഭയങ്കര വേറൊരു ഫീലാണ്. അങ്ങനെയൊക്കെ കുറച്ച് അറിവുകളാണ് ഉള്ളത്. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയസൂര്യയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു അമ്പലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതും ഇത്രയും ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നതും. ഇവിടെ വേറെയും ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ മുകളിൽ നിന്ന് നോക്കുകയാണ്. നമുക്ക് മുകളിലത്തെ റൂം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഇതാണ് എടുത്തത് കേട്ടോ. മുകളിൽ ഇറങ്ങുന്നത് കോഫിയാണ്. കോഫി രാവിലെ ഒരു ചായ കുടിച്ചു, ഒരു കോഫിയോടെ കുടിക്കാം. ഇവിടുത്തെ കോഫി ഭയങ്കര സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. നമ്മളിവിടുത്തെ പോലത്തെ കോഫിയൊക്കെ തന്നെ കുടിച്ചു നോക്കാം. എന്തെങ്കിലും ഇരിക്കുന്ന കണ്ണിൽ ഐലൻഡ് എഴുതണ്ട. നമുക്ക് അഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് സാൻഡ്വിച്ചും കഴിച്ച് പെട്ടെന്ന് നമ്മൾ പോകും. ഇനി ഇല്ലേ സാൻഡ്വിച്ച് കാണുമായിരിക്കും അല്ലേ? സാൻഡ്വിച്ച് അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. അവരുടെ ഫുഡൊക്കെ കുഴപ്പമില്ല കേട്ടോ, നല്ല ഫുഡാണ്. വെജ് സാൻഡ്വിച്ച് കേട്ടോ, കൊള്ളാം അല്ലേ? കൊള്ളാം. നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പം ഇങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വളരെ സന്തോഷം കേട്ടോ. കാരണം ഈ റൊട്ടിയൊക്കെ തിന്ന് നമുക്ക് വല്ല കറിയാണ് പറ്റാത്തത്. ഇപ്പം നമ്മൾ വന്നതിൽ വലിയ പ്രശ്നമില്ലാതെ നമ്മളങ്ങ് പോയി. എങ്കിലും വന്നിട്ടുള്ളതുകൊണ്ടല്ല, ഇന്നിപ്പോൾ 8 ദിവസമായി, 9 ദിവസം, 10 ദിവസമായി. ഇപ്പം ചെറുതായിട്ട് മടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശ്മീർ പോകുമ്പോൾ നമുക്ക് ഫുൾ സെറ്റായിട്ട് പോവാം. അമ്മയുടെ പിക്കിള് മാത്രം, ഈ ടേസ്റ്റി നിബിൾസിൻ്റെ ഒന്നും കൊള്ളില്ല. എനിക്ക് അലർജി പോലെ നാക്ക് പൊള്ളുന്നു അവരുടെ പിക്കിള് കഴിച്ചപ്പോൾ.
അതുകൊണ്ട് ഇനി അത് അവരുടെ വാങ്ങില്ല. മറ്റേ റെഡി ടു ഈറ്റും വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അതിനെക്കാട്ടി അവരുടെ ഡാൽ ഫ്രൈയും ഇതൊക്കെ തന്നെ ഭേദം, നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിനെക്കാട്ടി. പിന്നെ എൻ്റെ അമ്മയുടെ പിക്കിള് ഞാൻ തീരുമാനിച്ചു, ഫിഷ് പിക്കിള്, ചിക്കൻ പിക്കിള്, ബീഫ് പിക്കിള്, പിന്നെ എന്തോന്ന് ചമ്മന്തിപ്പൊടി അതൊക്കെ കൊണ്ടുവരാം, വെളുത്തുള്ളി അച്ചാർ അതൊക്കെ ഇട്ട് കൊണ്ടുവരാം എന്ന് ഞാൻ തീരുമാനിച്ചു. പോകാം നമുക്കിനി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇന്നലെ കാർ ഇവിടുത്തെ പുള്ളി തന്നെ കേട്ടോ അടുത്ത് കിട്ടുന്നത്. കാരണം ഈ റോഡ് ഇങ്ങനെ ഇത്ര ഇതിലാണ് കാറ് പാസ് ചെയ്ത് വന്നത്. പുള്ളി ആകുമ്പോൾ സ്ഥിരം എടുത്തുകൊണ്ട് വരുന്ന ആളായിട്ട് പുള്ളി നമ്മളോട് മെയിൻ റോഡിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇവിടങ്ങളിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം കുന്നിൻ്റെ മുകളിലാണ് ഓരോ റിസോർട്ടുകളും ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് വീതിയുണ്ട്. ആ വരുന്ന സ്ഥലത്ത് ഒരു വീടിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി വരാൻ അപ്പോൾ നമ്മളെ വണ്ടിയൊക്കെ തുടച്ചിരുന്നു. കണ്ട നല്ല സർവീസ് കേട്ടോ, നല്ല പെരുമാറ്റം അങ്ങേരും. പോവാം, താമസിക്കണ്ട. നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ പുള്ളി കാറ് മുകളിലേക്ക് ഇട്ടുതരും. ഇനി കാറ് നമ്മളിങ്ങനെ താഴേക്ക് എടുക്കുന്നില്ല, ലഗേജ് ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ പുള്ളിയുടെ കാറിൽ വേണമെങ്കിൽ ലഗേജ് മുകളിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് റിസ്ക് ആണ് അവിടെ നിന്ന്. പുള്ളിക്കത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടു നിൽക്കണം, നമുക്കത് നമ്മുടെ സ്വർണ്ണമല്ലേ നമ്മളെ വണ്ടി. പാവം തുടച്ചൊക്കെ ഇട്ട് കേട്ടോ. ഇനി സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് കഴിപ്പിക്കായിരുന്നു. 500 രൂപ കൊടുത്ത് കഴിവിട്ടെന്നാണ്. നമ്മളെന്തായാലും സർവീസ് ചെയ്യാൻ കൊടുക്കുകയല്ലേ. നാളെ നമ്മളെ കാറിന് 10,000 കിലോമീറ്റർ ആവും. അപ്പോൾ സർവീസ് ഉണ്ട്. പുള്ളിയുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു അങ്ങനെ ഗ്രാമത്തിലൊക്കെ പോയാലേ നമുക്ക് ആ ഒരു കൾച്ചറും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അതൊക്കെ ഇല്ലേ ഒരു ഭംഗി. പുള്ളി നമ്മളെ കയറ്റാതെ പോവാണ്. പുള്ളി കൂളായിട്ട് അവിടെ ഇട്ട് തിരിച്ചേട്ടാ. ഞാനിങ്ങനെ തിരിഞ്ഞു നിന്ന് എനിക്ക് കണ്ടിട്ട് പേടിയാണ്. വണ്ടി ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞിട്ട് പുള്ളി കൂളായിട്ട് തിരിച്ചിട്ട് തന്നു. ഇനി പുള്ളി എന്നെ മുകളിലെത്തിക്കും കേട്ടോ. അത് അവർക്ക് സ്ഥിരം പരിപാടിയില്ലേ. ഇപ്പം നെട്ടയത്തെ വീട്ടിൽ കാറ് ഞാൻ ഈസി ആയിട്ട് കയറ്റിയിടേ. അവിടെ ഇത്ര സ്പേസേ ഉള്ളൂ. പക്ഷെ അതുപോലെ വേറൊരാൾ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടി അവരെ കയറ്റുള്ളൂ. ചിലർക്ക് കയറ്റിയിടാനും പാടാണ്. അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. വണ്ടി തിരിഞ്ഞ് വന്നിട്ടാണ് ഞാൻ നോക്കിയത്. ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. ഇന്നലെ രാത്രി ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. 1-2 വണ്ടികളൊക്കെ പോയി വന്നൊക്കെ നിന്നേ. ഞാൻ കണ്ണും അടച്ചിരുന്നു. എൻ്റെ ദൈവമേ, എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് പറ്റൂല കേട്ടോ ഇങ്ങനത്തെ റോഡ്. ഇപ്പോൾ ഇങ്ങനെ പൊക്കത്ത് നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് അസുഖങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോകാൻ നിന്നപ്പോൾ നമ്മുടെ ലഡാക്കിലൂടെ പോകാനായിട്ടായിരുന്നു പ്ലാൻ. ലഡാക്കിൽ സോജില പാസ് അല്ലേ, സോജില്ല പാസ് അങ്ങനെ എന്തോ ഒരു വഴിയുണ്ട്. അതാണെങ്കിൽ ഫുൾ ടാറിങ്ങൊന്നുമില്ല, കുണ്ടും കുഴിയും മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇടുങ്ങി ഇതുപോലെ തന്നെ ഇടുങ്ങി വീഴുന്ന പോലെ. പക്ഷെ ഇത് റോഡ് നല്ല റോഡ് കേട്ടോ, ടാർ ചെയ്ത് ഒരു കുണ്ടും കുഴിയും ഒന്നുമില്ല. അത് കുണ്ടും കുഴിയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു റോഡായിരുന്നേ. താഴെ വലിയ കൊക്കയും. ഞാൻ ടെൻഷൻ അടിച്ചിരുന്ന് എൻ്റെ അമ്മ പേടിച്ച് എങ്ങനെ പോകുമെന്നൊക്കെ. ഇത് ഇത്രയും കണ്ടപ്പോൾ ഞാൻ ടെൻഷൻ, ദൈവമേ ആ വഴി കൂടെ ഇനി പോവുകയാണെങ്കിൽ എങ്ങനെ പോകും, എന്നെ കൊണ്ട് പറ്റൂല. എനിക്ക് ഭയങ്കര പേടി. അയാൾ വണ്ടി തിരിഞ്ഞു കണ്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന്. എനിക്ക് എന്തോ പോലെ എനിക്ക് അറിഞ്ഞൂടോ അതെങ്ങനെ പറയണമെന്ന്. അടിപൊളി കേട്ടോ, ഭയങ്കര രസം. വീഡിയോയിൽ നമുക്ക് നല്ല ഭംഗി, നല്ല ബ്ലൂ സ്കൈയും വൈറ്റ് സ്കൈയും പൈൻ ട്രീസും എല്ലാം കൂടി മിക്സ് ആയിട്ട്. ഇത് ഈ റോഡ് നമ്മൾ 80 കിലോമീറ്റർ വന്നു കേട്ടോ. അത് രാത്രി ആയിപ്പോയി, അതുകൊണ്ട് ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. അത് ഇവിടെ നിറയെ റിസോർട്ടുകളാട്ടോ, ഫുൾ റിസോർട്ട്, ഹോട്ടൽസ്. ഇവിടെ കൂടുതലും പേര് വെറുതെ ഇങ്ങനെ സ്റ്റേക്കേഷനായിട്ട് വരുന്നതാട്ടോ. ഈ ഒരു ഭംഗി ആസ്വദിച്ച് സ്റ്റേ ചെയ്യാനായിട്ട് വരുന്നതാണ്. നമ്മുടെ ഹോട്ടലിൽ വേറെ ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു, 2-3 ഫാമിലി ഉണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ റൂമിൽ തന്നെ ഉണ്ട്, എങ്ങും പോകുന്നില്ല. ഇവിടെ അധികം കാണാൻ സ്ഥലമുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ കൂടുതൽ പേരും നമ്മൾ വർക്കലൊക്കെ സ്റ്റേക്കേഷന് വരുമ്പോൾ ഈ ഒരു വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണ് കേട്ടോ. അടിപൊളി തട്ടായിട്ട് ഇങ്ങനെ റിസോർട്ടുകളും വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വീടുകളെക്കാട്ടി കൂടുതൽ ഹോം സ്റ്റേ, ഹോട്ടൽസ്, റിസോർട്ട്. ഇത് നമ്മളെ അൽമോറയിൽ നിന്ന് കുറച്ച് മാറിയാണ് എടുത്തിട്ടുള്ളത്. അൽമോറ റൂട്ടാണെങ്കിൽ ഫുൾ തിരക്കും വണ്ടികളും വീടുകളും റിസോർട്ടുകളും ഒക്കെയാണ്. ഈ റൂട്ടിലും ഉണ്ട്, പക്ഷെ ഇത്രയും തിരക്കില്ല ഈ റൂട്ട്. ഇതൊക്കെ കാണുമ്പോഴേ എൻ്റെ നെഞ്ചിൽ കൂടെ ഒരു തീരും. ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ ഏട്ടൻ ഒതുക്കുമല്ലോ, കുഞ്ഞു റോഡല്ലേ. ഒതുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വീലെങ്ങാനോ രാത്രി പേടി ചെറുതായിട്ട് ഒരു വീലേ ഇപ്പുറത്തെ വന്നാൽ നമ്മൾ പോയില്ലേ. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. കുഞ്ഞു റോഡ് വരുമ്പോൾ ഇതെങ്ങനെ സൈഡ് കൊടുക്കും. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചിട്ടുള്ളതാണ് കൂടുതൽ പ്രശ്നമെന്ന് തോന്നുന്നു. ഒന്നും അറിയണമെങ്കിൽ ഉണ്ടായിരിക്കും. ഇത് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ഒരു വീൽ അങ്ങോട്ട് പോയാൽ എന്ത് ചെയ്യും? ഇത്രയും ചെറിയ റോഡല്ലേ. വണ്ടികൾ വലിയ ലോറി വരുമ്പോൾ എന്ത് ചെയ്യും, ബസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ സ്ഥലമൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടെ തീയാണ് പോകുന്നത് കേട്ടോ. രാത്രിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു.
എന്തായാലും കുഴപ്പമില്ല. 80 കിലോമീറ്റർ റോഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ രാത്രി സമയം. ഞാനായിട്ട് കൊള്ളാം. എന്നെ പോലെ അസുഖമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താഴത്തെ റോഡ് ഉണ്ടോ? ഈ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. നിറയെ പൈൻ മരവും. എന്ത് രസം നമുക്ക്. ഊട്ടി പോലെ ഒന്നും അല്ല കേട്ടോ, വേറൊരു ഭംഗി. അത് എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. മാഗിയുടെ കവറ്. മഴ പെയ്ത് എങ്ങോട്ട് ഇവിടെ എന്ത് മഞ്ഞ് പോകും പോലും മഞ്ഞില്ല, വെയില്. വലിയ അതിശയമുള്ള കാര്യം. എന്തായാലും രക്ഷപ്പെട്ടു. ഇങ്ങോട്ടല്ലേ പുക പോലെ മഞ്ഞ് വരേണ്ടത്, പക്ഷെ ഇവിടെ അല്ല. നമുക്ക് കുറച്ച് ദൂരം ഒന്ന് നടക്കാനുണ്ട് കേട്ടോ. കാസർദേവി ടെമ്പിൾ അങ്ങ് മുകളിൽ ഒരു കാറ് പോവില്ല, നമ്മൾ നടന്നു പോകണം. അതുപോലെ ഇവിടെ ഒരു ബാബ കേവ് ഉണ്ട്. നമ്മുടെ രജനീകാന്ത് ഒക്കെ പോയി അവിടെ കുറച്ച് ജയസൂര്യം പോയി കേട്ടോ. അവിടെ ബാബ കേവില് രജനീകാന്ത് എല്ലാ വർഷവും പോയി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് സമയമോ അങ്ങനെ എന്തോ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബാബ കേവ്സ്. അനിവിടെയൊക്കെ എനിക്ക് എല്ലാ സ്ഥലങ്ങളും ഫെബ്രുവരിയിൽ വീണ്ടും ടൂർ പോവുകയാണ്. നിഷാന്തിനെയൊക്കെ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അനിലെന്നാട്ടോ വരെ. നമ്മൾ ഏട്ടാ അനി എന്ന് വിളിച്ചാൽ എനിക്ക് അനി ക്യാമറാമാനാണ്. അങ്ങനെ വീണ്ടും ഫെബ്രുവരിയിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പുള്ളി പോവുകയാണ്. ഇവിടെയൊക്കെ വരുന്നുണ്ടെന്ന് പറയാനായിട്ട്, നിഷാന്തിനെ കാണാൻ പോകണമെന്ന് പറയാനായിട്ട്. അപ്പം അനി പറഞ്ഞു ഇവിടെയും പിന്നെ മറ്റേ കാച്ചി ഡാമിലൊന്നും ഇനി നമ്മൾ ഇറങ്ങുന്നില്ല. ബാബ കേവ്സും കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കാസർദേവി ടെമ്പിളും ഇവിടെ എല്ലാം കൂടി നമുക്ക് നടന്ന് കയറാൻ പറ്റില്ല. ഇവിടെ ഈ ബാബ കേവിൻ്റെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇവിടെ സ്റ്റേ ചെയ്താനെ. പക്ഷേ എനിക്ക് 4-ാം തീയതി വീടെത്തണം, 3-ാം തീയതി എനിക്ക് വീടെത്തണം, 2-ാം തീയതി വീടെത്തണം, 3-ാം തീയതി കുറച്ച് പരിപാടികളുണ്ട്, 4-ാം തീയതി നമ്മുടെ ചീമയുടെ 7-ാം മാസം ചടങ്ങാണ്. അതുകൊണ്ട് വീടെത്തിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇവിടെ കറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി നിന്നിട്ട് വേദയ്ക്ക് 5th സ്കൂൾ തുറക്കത്തുള്ളൂ. അതൊരു വലിയ കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യമുള്ളത് കൊണ്ട് നമുക്ക് പോയേ പറ്റൂ. ഈ ഉത്തരാഖണ്ഡിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കണ്ടത്. അത് ഈ സോയിൽ ഇറോഷനെ തടയാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ പണ്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് പഠിക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. അന്ന് നമ്മൾ പഠിച്ചതുകൊണ്ടാണല്ലോ നമുക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് ഈ ഒരു മാർഗം കേട്ടോ. അപ്പം തന്നെ കൃഷികൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടും. ഇവിടുത്തെ ഒരു രീതി, അതായത് ഭൂമി കിടക്കുന്നത് അല്ലെങ്കിൽ സ്ഥലം കിടക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ നമുക്ക് കൃഷിയായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോയിൽ ഇറോഷനൊക്കെ തടയാനുള്ള ഒരു എന്താണ് പറയേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തട്ടായിട്ട് കാണില്ലേ, അതെല്ലാം ചെയ്താട്ടോ വീടുകളും. ഇത് റിസോർട്ടാണ്, വീട്, ഹോം സ്റ്റേ എല്ലാം ഈ തട്ടുകളുടെ മുകളിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഹോം സ്റ്റേ ആണ് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട്. നോക്കിയേ, യൂക്കാലിപ്സ് മരങ്ങൾ നിറയെ പൈൻ മരങ്ങൾ 2 സൈഡിലും നിറയെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന കാഴ്ചയാണ്. പക്ഷെ തട്ടായിട്ട് നിൽക്കുന്നതും ഒരു ഭംഗി ഒന്ന് വേറെയാണ്. ഇവിടെയൊക്കെ തീ ഇട്ടേക്കണം കേട്ടോ. നമ്മളെ ഹോട്ടൽ റൂമിൻ്റെ ഫ്രണ്ടിലും തീ ഇട്ടേക്കണം. 2 സൈഡിലും പാറകളാട്ടോ. പാറയുടെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒപ്പം പൈൻ മരങ്ങൾ, വലിയ വലിയ പാറകൾ. ഇപ്പൊ കുഴിക്കകത്ത് വീണാന വീഡിയോ എടുത്തത്. റോഡൊക്കെ ഇടുങ്ങി കിടപ്പുണ്ട് കേട്ടാ. കണ്ടോ, ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടെ തീ പോകും. കാർ പോകുന്ന വഴിയേ ഉള്ളൂ. രാത്രിയൊക്കെ വീടിനൊക്കെ വരുമ്പോഴേ നമ്മൾ ആ ഇടിഞ്ഞ് പൊളിഞ്ഞ റോഡ് വഴിയാണ് പോവാൻ പോകുന്നത് ഗൈസ്. എന്താ ബ്ലോക്ക് ചെയ്തേക്കണം നമ്മുടെ റോഡ്. എന്താ സംഭവം? അവിടെ എന്തോ വഴി വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊന്ന് മുകളിൽ അങ്ങനെ റിസോർട്ട് ചെയ്യണം. എന്താ ഇതുകൊണ്ട് വഴി വെട്ടണം. നമുക്ക് ഈ റൈറ്റാണ് പോകുന്നത്. അവിടെ കുറേ വണ്ടി ബ്ലോക്ക് ആയിട്ട് കിടക്കണം. ഇവിടെയും പോവാൻ ബ്ലോക്ക് ആയിട്ട് കിടക്കണം. അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. വാട്ട് ഈസ് ദിസ്? ഇതുവഴി കയറി പോകണം. കണ്ടിട്ട് പേടിയാണ്. Continue on National Highway 109 for 9 kilometers. ഇതുപോലെയാണ് കാശ്മീരിലെ റോഡ്. ഇതുപോലെ ഇങ്ങനെ ഇടുങ്ങി പൊളിഞ്ഞ റോഡ്. ഇതുവഴിയാണ് കാശ്മീരിലെ ലഡാക്കിലേക്ക് പോകുന്ന വഴി. അൽമോറ 13 കിലോമീറ്റർ. അവിടെ നിന്ന് വണ്ടികൾ വിട്ടു തുടങ്ങി കേട്ടോ. നമ്മളിപ്പോൾ പോവും. കുഴപ്പമില്ല, ഇവിടെ നിന്നൊക്കെ വണ്ടികൾ വരെയില്ല. ഇതുകൊണ്ട് നമുക്ക് ബൈക്കാണ്ടിരിക്കാം. വണ്ടികൾ പോകുമ്പോഴേ കുടുകുടുകുടുന്ന് കുടുങ്ങണം. അതേ സാഹസികമായ വഴികളിലൂടെ നമ്മൾ ഈ യാത്ര തിരിക്കുകയാണ് ഗൈസ്.
വീതി ഉണ്ട് കേട്ടാ, വീതിയുണ്ട്. പക്ഷെ ടാറിങ്ങൊന്നും ചെയ്തിട്ടുള്ള റോഡല്ല, മണ്ണിടിഞ്ഞ് വീഴാണെന്നാണ് ഏട്ടൻ പറയണത്. എനിക്കറിഞ്ഞൂടാ. ഒറ്റ വഴി വണ്ടി വിടണോണ്ട് കുഴപ്പമില്ല, 2 വഴി കൂടെ വണ്ടി വിട്ടിരുന്നെങ്കിൽ കണ്ണടച്ചിരിക്കേണ്ടി വന്നേനെ. കൊക്ക എല്ലാം നദിയാണ് കേട്ടോ. ഇതാണ് അൽമോറ ടൗൺ എന്ന് തോന്നുന്നു. വിവേകാനന്ദ ദ്വാർ വെൽക്കംസ് യു ടു അൽമോറ. Straight past Videshi Madera Dakan onto National Highway 309B. ഇതാന്ന് തോന്നുന്നു കേട്ടോ അൽമോറ ടൗൺ. പാൻലൂൺസ്, ട്രെൻഡ്സ് ഒക്കെ ഉണ്ട്. ഇത് അൽമോറ ടൗൺ ആണെന്ന് തോന്നുന്നു. ഭയങ്കര വലിയ ടൗൺ കേട്ടോ. ഭയങ്കര വലുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി വലുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അൽമോറ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ജസ്റ്റ് 8 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ കാസർദേവി ടെമ്പിളിലേക്ക്. പക്ഷേ 26 മിനിറ്റ്, അതായത് അരമണിക്കൂർ സമയം കാണിക്കുന്നുണ്ട് 8 കിലോമീറ്റർ പോകാനായിട്ട്. ബ്ലോക്കും ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. റോഡും ഇതായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സമയം കാണിക്കുന്നത്. 8 കിലോമീറ്റർ അരമണിക്കൂർ കാണിക്കുന്നത്. പോലീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ കാസർദേവി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാർ ഇടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി. എറണം കെട്ടത് അവിടെ നിൽക്കണ ഒരു തെണ്ടീരോടാ ഞാൻ പറഞ്ഞു സ്കൂട്ടർ മാറ്റി. അങ്ങനെ പറയുള്ളൂ. മാറ്റാൻ പറയുമ്പോൾ മാറ്റി തരില്ലൊന്ന്. 2 കാർ ഇടാനുള്ള സ്ഥലമുണ്ട്. അവൻ കൊണ്ടൊന്ന് നടുക്ക് സ്കൂട്ടറിനെ വെച്ചേക്കും. നമ്മൾ പിന്നെ ഭാഷ അറിഞ്ഞൂടാ, നമ്മൾ ഈ നാട്ടുകാരിയെല്ലാം കൊണ്ടൊന്നും സംസാരിക്കണത് ശരിയല്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇതാണ് അമ്പലത്തിൻ്റെ ആ ഒരു പരിസരം എന്ന് പറയുന്നത്. തണുപ്പില്ല കേട്ടോ, നല്ല വെയിലുണ്ട്. വെള്ളമുണ്ട്, നല്ല വെയിലുണ്ട്. ചൂടുണ്ടോയെന്ന് വെച്ചാൽ ചൂടില്ല. കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ കയറുമ്പോഴാണ് അമ്പലം. ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ തന്നെ കേട്ടോ. സ്ഥലത്തിൻ്റെ ആണോ ഈ പറഞ്ഞ പോലെ നാസ പോലും അമ്പലത്തിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ കാന്തശക്തി കൊണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. ലോകത്തിലെ 3 ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് കാസർദേവി ടെമ്പിൾ. ഈ റീൽസ് ഇട്ട് ആണ് ഒരുപാട് പേര് ഈ അമ്പലത്തിനെ പ്രശസ്തമാക്കിയത്. ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ വരുന്നവർക്ക് ഡൽഹിയിൽ വന്നിട്ട് വരാൻ കേട്ടോ എളുപ്പം. ഡൽഹിയിൽ വന്നിട്ട് ഉത്തരാഖണ്ഡിലേക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ട്രെയിനുണ്ട്. ട്രെയിനിൽ വരാം, എന്നിട്ട് ക്യാബൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. ഷെയർ ആയിട്ടും വരാം, അല്ലാതെയും വരാം. ശ്വാസം മുട്ടണേ. അയ്യോ, വീട്ടിൽ ഒട്ടും അനങ്ങാത്ത ഞാൻ സ്റ്റെപ്പ് കയറിയപ്പോൾ തളർന്നു. ഇത്രേ ഉള്ളൂ, സ്റ്റെപ്പ് കുറച്ച് കയറണം. കുറച്ച് സ്റ്റെപ്പേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ നടന്നപ്പോഴേക്കും തളർന്നു പോയി. കാരണം വീട്ടിൽ അനങ്ങാണ്ടിരിക്കണല്ലേ, 2-3 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ അങ്ങോട്ട് കഥയ്ക്കാൻ തുടങ്ങി. പക്ഷേ വൈബ് ഒരു രക്ഷയില്ല, അടിപൊളി. ഒരു കുഞ്ഞമ്പലമാണ്, പക്ഷെ അവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഇപ്പോഴാണോ ഇങ്ങനെ നിറയെ ആൾക്കാർ വരുന്നത്, അത് പണ്ടും ഇങ്ങനെ നിറയെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നോ എന്നറിയില്ല. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും ഭയങ്കര തിരക്കായിട്ടില്ല, എങ്കിലും തിരക്കുണ്ട്. പക്ഷെ നമ്മൾ തൊഴുതെല്ലാം കുറച്ച് സമയം അവിടെ ഇരുന്ന് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും നല്ല തിരക്ക് കേട്ടോ. ക്യൂ നിന്ന് തൊഴുത് ഇറങ്ങുന്ന കണ്ടു ആൾക്കാർ. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കയറി തൊഴുതു. അവിടെ അമ്പലത്തിനകത്ത് സ്വാമി തന്നെ നമുക്ക് കുറിയെല്ലാം ഇട്ട് തരും കേട്ടോ. നമ്മൾ ചെന്ന് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കയ്യിലും തരത്തില്ല. അവർ ജസ്റ്റ് ഒരു പൊട്ട് കുത്തും പോലെ കുത്തിത്തരും. കയറുന്നതിന് മുന്നേ ചെരുപ്പ് ഇവിടെ എല്ലാം വെച്ചിട്ട് കയറണം. അങ്ങനെ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ സോക്സ് ഇട്ടാണ് വന്നത്, കാലൊക്കെ തണുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ തണുപ്പൊന്നുമില്ല, നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. തണുപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ തണുപ്പൊക്കെ ഉണ്ട്. മങ്കീസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്നാൽ ഇഷ്ടംപോലെ മങ്കീസിനെ കാണാൻ കേട്ടോ. നിറയെ ഉണ്ട്. നമ്മുടെ കയ്യിരിക്കുന്ന സാധനമൊക്കെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകും കേട്ടോ. നമ്മൾ താഴെ വന്ന സമയത്ത് അവിടെ ടീ ഷോപ്പിൽ നിന്ന് ബർഗറൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് റീൽസിലൊക്കെ അതിമനോഹരമായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു അമ്പലം ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. ആ റീൽസിലൊക്കെ കാണുന്ന അതേ ഭംഗി തന്നെ ഇവിടെ വന്നപ്പോഴും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഭംഗി അവിടെ പോകുമ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക വേറൊരു ഭംഗി, ഭയങ്കര രസം. ഭയങ്കര കാറ്റും തണുത്ത കാറ്റും ആ ഒരു ചെറിയ വെയിലിൻ്റെ ചൂടും ഒക്കെ ആയിട്ട് ഒരു ഭയങ്കര ഫീലും. കാണാൻ തന്നെ അവിടെ നിന്നാൽ ലോകം മുഴുവനും കാണാൻ തോന്നുന്നു, അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പ്രസാദം കിട്ടിയേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നീ കഴിച്ചോടാ, ഒന്നും ചെയ്യില്ല. മുകളിൽ എന്തോ ഉണ്ട്.
അതും കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പൊക്കത്തിലായിരിക്കും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പൊക്കത്തിലിരിക്കുന്ന ഒരു അമ്പലം ആയതുകൊണ്ടാവാം ഇവിടെ ആ ഒരു മാഗ്നറ്റിക് പവർ ഉള്ളത്. നല്ലൊരു ഫ്രഷ് ബ്രീത്ത് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇടാൻ ഞാൻ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ്. തണുപ്പായിരിക്കും എന്നിട്ട് ഞാൻ ഇതെടുത്തിട്ടതേ. പക്ഷെ ഇവിടെ ചുരിദാർ ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാമായിരുന്നു. വേണ്ടേ എന്നൊക്കെ നമുക്ക് അവിടുത്തെ വ്യൂ നോക്ക്, താഴത്തെ വ്യൂ. സ്റ്റെപ്പ് കയറി വയ്യ. ഇതുപോലൊരു സ്ഥലമാണ് ബാവ കേവ്സ്. ഒരു ഫ്രഷ് എയർ കേട്ടോ. ഭയങ്കര ശ്വാസം മുട്ടുന്നത് വേറെ കാര്യം. അമ്പലത്തിൽ കയറിച്ചിട്ടുണ്ടിരിക്കണല്ലോ. നാസ പോലും അമ്പരന്ന സ്ഥലം. ഇവിടെ ഗ്രാവിറ്റിവിറ്റി കൂടുതലെന്നാ പറയുന്നേ. പക്ഷെ സത്യമാണ് ഫ്രഷ്, ഭയങ്കര ഫ്രഷ്. ഭൈരവൻ താഴെ ദേവി, മുകളിൽ ശിവനാട്ടോ. പ്രസാദം ഇവിടെ പൊയ്യാണ്. കയറി വന്നപ്പോൾ നല്ല കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര കാം അല്ലേ. ഈ അമ്പലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇവിടെ ഫുൾ കാണാം കേട്ടോ, ഫുൾ. ഇപ്പോൾ മിസ്റ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് കണ്ടുകൂടെ, ക്ലിയർ അല്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ക്ലിയറാണ്. അതായത് കുറിയെല്ലാം അവരിട്ട് തരും കേട്ടോ. ഒരു ശിവലിംഗത്തിൻ്റെ ഇതും പിന്നെ ഒരു റെഡ് കളർ കുറിയും ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഇട്ട് തരും, ഒപ്പം പ്രസാദവും തരും. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് കേട്ടോ. ഈ ഒരു അമ്പലവും ഈ ഒരു ഫ്രഷ് എയറും ഫീൽ ചെയ്യാനാണ് വന്നത്. പക്ഷെ അത് വെറുതെ ആയില്ല, നല്ലൊരു ഫീലൊക്കെ ഉണ്ട്. എല്ലാവരും കാമാൻ ക്വയറ്റായിട്ടിരിക്കുകയാണ്. ഞാൻ മാത്രമാണ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് നടക്കുന്നത്. അമ്പല ദർശനം കഴിഞ്ഞു. കുറച്ച് സമയം ഇവിടെ ഇരുന്നു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. തിരിച്ച് നമ്മൾ പോവാണേ. ഒരു കുഞ്ഞ് മുട്ടിലിഴങ്ങി പോണത്. താഴെ ദേവിയുടെ പ്രതിഷ്ഠയും മുകളിൽ ശിവൻ്റെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ശിവൻ്റെ പ്രതിഷ്ഠയാണ് കുറച്ചുകൂടെ വലുതായിട്ട് എനിക്ക് തോന്നിയത്. നന്ദിദേവൻ്റെയും ഒക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോസ് അല്ല, സ്റ്റാച്ചു കേട്ടോ, വിഗ്രഹം ഇരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ പ്രാർത്ഥനയൊന്നുമില്ല കേട്ടോ. ഹിന്ദി പ്രാർത്ഥന വേറെ രീതിയാണ്, നോർത്ത് ഇന്ത്യൻ പ്രാർത്ഥന എന്ന് പറയുന്നത് വേറെ രീതിയാണ്. സത്യം പറഞ്ഞാലേ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല ഫീല്, പോകാൻ തോന്നുന്നില്ല അല്ലടാ. നല്ല രസമുണ്ട്, ഭയങ്കര രസമുണ്ട്. അതിന് എന്ത് ഗ്രാവിറ്റിവിറ്റി കൂടുതലാണോ, മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എനിക്കിഷ്ടമായി. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. എനിക്കിഷ്ടമായി, മൊത്തത്തിലിഷ്ടമായി. എനിക്ക് ഉത്തരാഖണ്ഡ് മൊത്തത്തിലിഷ്ടമായി. ഇവിടെ മാത്രമല്ല, ഫുൾ ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഉത്തരാഖണ്ഡിലെ ഫേമസ് കാസ ദേവി ടെമ്പിൾ. ഓ എന്ത് ഫീല് അല്ലേ. ചൂടുണ്ട് ഇവിടെ, ചൂടെടുക്കുന്നത് ജാക്കറ്റൊക്കെ ഊരിക്കളഞ്ഞു. ക്യൂ കേട്ടോ, നമ്മൾ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ ഇറങ്ങാം കേട്ടോ. നല്ല തിരക്കായി. നമ്മൾ വന്ന സമയത്ത് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ നല്ല തിരക്കായി. ചൂടെടുക്കുന്നു. ഇത് നോർത്ത് ഇന്ത്യ എന്നല്ലെന്ന് തോന്നുന്നത്, വേറെ എവിടെയാണ്. എന്തായാലും നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു ഭംഗി ഇവിടെ വന്നപ്പോൾ ആസ്വദിക്കാൻ പറ്റി. വേറെ ഒരു അമ്പലങ്ങളിലും കണ്ടിട്ടില്ലാത്തൊരു പോസിറ്റിവിറ്റിയും ഒരു ഭംഗിയും ഈ ഒരു അമ്പലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. സമാധാനമുണ്ട് ഭയങ്കര. മാറ്റുന്ന ആളും ബഹളവും വിളിയും. ഇത് സ്റ്റാറ്റസാണ്. റൂമിൽ ചെന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലോട്ടോ പോകുന്നത്. വേറെ പരിപാടികളൊന്നുമില്ല. വേണമെങ്കിൽ ബാവ കേസിൽ പോകാം. അത് ഇതുപോലെ കുറച്ച് നടക്കാണ്ട്. സത്യം പറയാമല്ലോ, ഇത്രയും കയറിയപ്പോൾ തന്നെ എൻ്റെ കാലൊന്നും മടങ്ങില്ല, തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് നടന്നു പോകാനൊന്നും വയ്യ, അതുകൊണ്ട് വേണ്ട. പിന്നെ ഇവിടെ ഉള്ള ഒരു കാച്ചി ഡാം, അതും ഒരു മന്ദിരമാണ്. അങ്ങോട്ടേക്കും പോകുന്നില്ല, നേരെ റൂമിൽ പോവാ. സമയം എത്രയായി?
അയ്യോ 1 മണിയായി, വിശക്കണില്ല. എന്തായാലും ചായ പിടിച്ചിട്ട് പോവാം. ഇവിടെ ഇങ്ങനെ പോകണ വഴിക്കുന്ന റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ. എടാ ഡോമിനോസ് ഒക്കെ കണ്ട് നമ്മൾ അഡ്മോറ സിറ്റിയിൽ. ആണോ? മങ്കി ഡോമിനോസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കാർ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും കഫേയിൽ ഇറങ്ങി നമുക്ക് കഴിക്കാം. ഇവിടെ കുമോനി എന്ന് പറഞ്ഞൊരു ഇതുണ്ടെന്ന് തോന്നുന്നത്, സിറ്റി ആണെന്ന് തോന്നുന്നു. അടുത്ത് കുമോനി താലി. വന്ന സ്ഥലം കുമോനി അല്ല, കുമോനി അല്ല. കുമോനി താലി ഭയങ്കര ഫേമസ് ആണ്. അത് നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ട്. മങ്കി ഇതൊക്കെ ഭയങ്കര പേടിയാട്ടോ മങ്കി. ഭയങ്കര ഫേമസ് ആണ് കുമോനി താലി. നമ്മുടെ റെസ്റ്റോറൻറ്റിലുണ്ട്. പക്ഷേ ഇനി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് 1.5 മണിക്കൂറുണ്ട്. 2.5 മണിയായി. അപ്പം പറ്റൂല. നമുക്ക് ഇവിടെ നിന്നൊരു ചായയും മാഗി ഉണ്ടെങ്കിൽ മാഗിയും കഴിച്ചിട്ട് പോവാം. ഇവിടെ ബർഗർ മോമോസൊക്കെ ഉണ്ട്. രാവിലെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചുകൊണ്ട് ബർഗർ കഴിക്കാൻ തോന്നുന്നില്ല. മാഗിയും ചായയും പറയാം. എന്നിട്ട് പോകുന്ന വഴിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ റൂമിൽ പോയിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ. ചൂടോടെ ബർഗർ ഉണ്ടാക്കി കൊണ്ടുവന്നത് കുരങ്ങ എടുത്തുകൊണ്ട് പോയി. കുരങ്ങൻ ഭയങ്കര ശല്യം. മാഗി ആയതുകൊണ്ട് എടുത്തുകൊണ്ട് പോകില്ല എന്ന് വിശ്വസിക്കാം. ഇവിടെ ഇരിക്കാം നമുക്ക്. അവിടെയൊക്കെ വെയിൽ ഭയങ്കര വെയിലും ചൂടും ഉണ്ട്. ഞാൻ റൂമിൽ വെയിൽ കണ്ടോണ്ട് ഇന്നർ വെയർ എല്ലാം വാഷ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. നമ്മളിതിനിടയ്ക്ക് വേണമെന്ന് ലോണ്ട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇനി വീണ്ടും കുറേ നനയ്ക്കാനുണ്ടായിരുന്നേ. അപ്പോൾ വെയിൽ മഞ്ഞായതുകൊണ്ട് ഒന്നും ഉണങ്ങത്തില്ല. അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഭയങ്കര വെയിൽ. അങ്ങനെ ഞാൻ എല്ലാം വാഷ് ചെയ്തിട്ടിട്ടാണ് വന്നത്. നല്ല ലുക്കുള്ള മാഗി. കുരങ്ങൻ കൊണ്ടുപോകരുത്. ഇതായതുകൊണ്ട് കുരങ്ങൻ കൊണ്ടുപോകില്ല. എടുത്തോണ്ടാൻ പറ്റില്ലല്ലോ. മാഗി മാഗി മാഗി. ഇത് വേറെ ടേസ്റ്റ് മാഗിക്ക്. മാഗി ലവർ. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കഴിക്കില്ല കേട്ടോ. വേറെ കഴിക്കും. അങ്ങനെ അധികം ഇഷ്ടമാണ്, പക്ഷെ കഴിക്കില്ല. അതെപ്പോഴും തട്ടിപ്പറിക്കുമല്ലോ. മട്ടറില്ല, രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത് നിറച്ച് മട്ടറായിരിക്കും അല്ലേ. എഗ് ഗ്ലാസ്. എക്സ്ട്രാ ഗ്ലാസ്. മൺ ഗ്ലാസ് ഇല്ല. കണ്ട് അവർ തന്നില്ല. കൊണ്ടുവരും. ഗ്ലാസ് കൊണ്ട് തണുപ്പിച്ച് തരാം. ഇഞ്ചി പണക്കണം. ഇഞ്ചി ഇടാൻ പറഞ്ഞു. അവൾക്ക് ഇഷ്ടമല്ല ഇഞ്ചി ചായ. നെസ്കഫേ ചായ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയല്ല, നെസ്കഫേ ചായ. ആദ്യം വേദക്കുട്ടിക്ക് തണുപ്പിച്ച് കൊടുക്കട്ടെ. ഓക്കെ, നമ്മളപ്പോൾ പോവാണ്. ചെറിയ രീതിയിലൊരു ലഞ്ചെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ പുള്ളിയുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. തൊട്ടടുത്താന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി വീഡിയോസൊക്കെ എടുക്കാം. എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ലെങ്ത് ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വിശേഷം എന്ന് ഞാൻ പറയില്ല. ഉത്തരാഖണ്ഡിലെ ഗ്രാമങ്ങൾ കണ്ടുകൊണ്ടുള്ള അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.